गजप्रवरारूढा चण्डगोपास्त्रकैर्युता प्रसादं तनुते मह्यम् चन्द्रखण्डेति विश्रुता ചന്ദ്രഖണ്ഡേതി വിശ്രുത. ഈ സ്തുതി പറഞ്ഞതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, മൂന്നാമത്തെ രാത്രി നമ്മൾ എല്ലാവരും ഭജിക്കേണ്ട ദേവീഭാവം എന്ന് പറയുന്നത് ചന്ദ്രഖണ്ഡ എന്ന് പറയുന്ന ഭാവമാണ്. ആദ്യത്തെ ദിവസം ശൈലപുത്രിയായിരുന്നു. സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ശൈലപുത്രിയായിട്ട് ജന്മമെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ശിവനിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോ ശിവനാണെങ്കിൽ മൊത്തം സതി പോയതിന്റെ സങ്കടത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാതിരുന്നത് കൊണ്ട് ആ പാർവതി ദേവി ശൈലപുത്രി ബ്രഹ്മചാരിണീ ഭാവത്തിലേക്ക് മാറി. ശിവനിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തില് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തപസ്സുകളെല്ലാം അനുഷ്ഠിച്ച് അതിലേക്ക് എത്തി. അവസാനം തപസ് സാഫല്യത്തിലേക്ക് എത്തി. എന്തിനാണോ തപസ് ചെയ്തത് ആ ഭക്തിയില് ശിവൻ മഹാദേവൻ ഇഷ്ടപ്പെട്ടു, എനിക്കിനി വിവാഹം കഴിക്കണം, കാര്യം അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് കല്യാണമാണ്, അതാണ് ചന്ദ്രഘണ്ഠ രൂപം. പക്ഷെ കല്യാണമാണെങ്കിലും കല്യാണ പെണ്ണിന്റെ രൂപത്തിനേക്കാളും ചന്ദ്രഘണ്ഠ എന്നൊരു പേര് വന്നിരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അതിനൊരു കഥ പറയുന്നുണ്ട്. ഈ ഞാൻ കഥയും കാര്യമൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം നമ്മുടെ ലൈഫിലേക്ക് എന്ത് വേണം എന്ന് പറഞ്ഞിരുന്നത് എല്ലാവരും ഓർമ്മിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. ഓരോ ഭാവത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് ഓർമ്മിക്കുമല്ലോ. അങ്ങനെ കല്യാണം ആയപ്പോഴത്തേക്കും ദേവി ഇങ്ങനെ ഒരുങ്ങി റെഡിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. കല്യാണ പയ്യനെയും കാത്ത് ഇവിടെ എല്ലാവരും ഒക്കെ റെഡിയായിട്ട് ഇരിക്കുകയാണ്. ദേവിയുടെ പാർവതി ദേവിയുടെ അച്ഛനും അമ്മയും ആ രാജ്യത്തെ എല്ലാവരും, ആ രാജ്യത്തിന്റെ രാജകുമാരിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോവല്ലേ. ഇപ്പൊ രാജകുമാരിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ ബഹളത്തോടുകൂടി, ബഹളം എന്ന് പറയാൻ പറ്റൂല, അലർച്ചയാണ്. ഒരു അലർച്ചയോടുകൂടി എന്തൊക്കെയോ പൊട്ടിപ്പുറപ്പെടുന്ന ശബ്ദത്തോടു കൂടിയൊക്കെ എന്തോ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നു. വരനെ കാത്തിരുന്ന വധുവിന്റെ വീട്ടുകാരെല്ലാവരും അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്തു. എന്താണ്? ശിവന്റെ രൂപവും ശിവന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പുലിത്തോലണിഞ്ഞിരിക്കുക, പിന്നെന്താ ദേഹം മുഴുവൻ ഭസ്മം പൂശിക്കുക, അതും ചുടല ഭസ്മം പൂശിക്കുക. എത്രത്തോളം സുന്ദരിയാണോ പാർവതി ദേവി അത്രത്തോളം ഭൗതികമായ ഒരു സുഖവും വേണ്ടാത്ത ഒരാളാണ് ശിവൻ. എത്ര താമസിയായിട്ടുള്ള, അതായത് എത്രത്തോളം സൗന്ദര്യത്തിനൊന്നും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ തോന്നിയ പോലെ ഭൂതഗണങ്ങളോടൊക്കെ കൂടി അലറി ബഹളം വെച്ച് പ്രത്യേകിച്ച് സൗമ്യത ഒന്നും ഇല്ലാതെ, ഭൂതഗണങ്ങൾക്ക് ഒരു അടക്കം ഒതുക്കമൊന്നും ഇല്ല, അവരും ബഹളം വെച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ബഹളം എല്ലാം കൂടെ കേട്ടിട്ട് സ്വാഭാവികമായിട്ടും ഒരു വധുവിന്റെ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നും. ദൈവമേ, ഇങ്ങനൊരുത്തനാണോ ഞങ്ങൾ എന്റെ മോളെ കല്യാണം കൊടുക്കാൻ പോകുന്നത്? ഇങ്ങനത്തെ രൂപവും ഇങ്ങനത്തെ ബഹളവും, പ്രത്യേകിച്ച് ഒരു സൗന്ദര്യബോധമേ ഇല്ലാത്ത ഒരാളിലേക്കാണോ ദൈവമേ ഇത്രയും സുന്ദരിയായിട്ടുള്ള എന്റെ മോളെ ഞങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്? അവരാകെ പരിഭ്രമിച്ചു. ആ രാജ്യത്തുള്ള പാർവതിയുടെ ബന്ധുക്കൾ എല്ലാവരും പരിഭ്രമിക്കുന്നു, അച്ഛനമ്മമാര് പരിഭ്രമിക്കുന്നു, പാർവതിക്ക് വേണ്ടി നിന്ന തോഴിമാരെല്ലാവരും പരിഭ്രമിക്കുന്നു. ഇങ്ങനെയെല്ലാം കണ്ടപ്പോഴത്തേക്കും പാർവതി ദേവിക്കും അല്പം ദേഷ്യം കൗടി. ഈ മനുഷ്യൻ ഇത് എന്ത് വരവാണ് ഈ വരുന്നത്? ഇങ്ങനെയാണോ? എനിക്കൊക്കെ, ഞാൻ സമ്മതയാണ്, എനിക്കറിയാം ആരാണെന്നുള്ളത്, എന്താണ് ശരിയായിട്ടുള്ള ഭാവം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. വെളിയിൽ ഈ കാണുന്ന ഭാവമല്ല ഉള്ളിലെന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ഇന്നത്തെ പെൺപിള്ളേരെ പോലല്ല പാർവതി ദേവി. ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ സമ്മതിക്കോ? കാണാൻ ഇത്തിരി സുന്ദരനായിരിക്കണം നിർബന്ധം, പൊക്കമുണ്ടാവണം നിർബന്ധം, നല്ല ജോലി ഉണ്ടാവണം അത് നിർബന്ധം, പറ്റുന്ന നല്ല സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവണം അത് നിർബന്ധം. പക്ഷെ പാർവതി ദേവി ഉള്ളിലിറങ്ങി മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണ് ശിവൻ എന്നുള്ളത്. ഇത്രയും ഉള്ളിൽ മനസ്സിലാക്കിയ ദേവിയെ, പ്രത്യേകിച്ച് ദേവിയെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാനായിട്ട് അങ്ങ് വന്നാ പോരെ എന്ന് ശിവനും വിചാരിച്ചു. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ വന്നപ്പോഴത്തേക്കും ചുറ്റിനുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ഉള്ളറിയാനൊന്നും പറ്റില്ല. അവരെല്ലാവരും പാർവതി ദേവി മനസ്സിലാക്കുന്നതിനേക്കാളും വളരെ കുറച്ചേ മനസ്സിലാക്കാൻ അവർക്ക് കഴിവുള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവരെ ഒന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി ഭഗവാന് നേരെ ഒരു വരന്റെ വേഷത്തിൽ തന്നെ വരാമായിരുന്നല്ലോ എന്ന് കരുതി പാർവതി ദേവി ഇറങ്ങിത്തിരിക്കുന്നതാണ്. ശിവന്റെ രൂപത്തിന് തുല്യമായ രൂപങ്ങൾ കാണിച്ചു കൊടുത്ത് ശിവനുമായിട്ട് തുല്യത വരുത്തിക്കാനുള്ള കാര്യങ്ങൾ ദേവി ഇങ്ങനെ കാണിക്കുകയാണ്. ശിവന് തുല്യം ശക്തിയിലേക്ക് മാറി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേവന് മനസ്സിലാവും, അയ്യോ ഞാൻ ഈ രൂപത്തിലാണല്ലോ വന്നിരിക്കുന്നത്, ശരിയാണ്, ഞാൻ മാറണം, ഞാൻ അവളെ പോലെ
അല്ലെങ്കിൽ അവൾക്ക് തുല്യമായ ഭാവത്തിലേക്ക് ഞാനും മാറേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം ചന്ദ്രനെയാണ്, ചന്ദ്രക്കല, ശിവൻ അണിഞ്ഞിരിക്കുന്നത് പോലെ ചന്ദ്രക്കലയാണ് പാർവതി ദേവിയും വാങ്ങി അണിയുന്നത്. ഞാനും അങ്ങയെപ്പോലെ തന്നെ ആയി കാണിച്ചു തരാം, എങ്ങനെ മാറണം എന്ന് കാണിച്ചു തരാം. അവിടെ പറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല, അവിടെ ഭാവങ്ങളിലൂടെ കാണിക്കുകയാണ്. ദേവി ശരിക്കും അവിടെ ഒരു നീതി സ്ഥാപിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചന്ദ്രഘണ്ഠാ ദേവിയായിട്ട് പൂർണ്ണ സൗന്ദര്യവതിയായും ചന്ദ്രക്കല ധരിച്ചും ഭംഗിയുള്ളവളായി ആയുധ എല്ലാ ഇതോടും കൂടി മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ തത്തുല്യമായ ഭാവത്തിൽ വരാൻ ശിവനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ശിവനും ഒരു നല്ല വരന്റെ വേഷത്തില് സൗന്ദര്യ ഭാവത്തോടു കൂടി തന്നെ വരുന്നു. ഇതാണ് ആ കഥ. അങ്ങനെ അവിടെ വിവാഹം നടക്കുകയാണ്. എല്ലാവരും കൺവിൻസ്ഡ് ആയി. എന്താണ്, പാർവതി ദേവിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും, ആ രാജ്യത്തുള്ളവരെല്ലാവരും, തോഴിമാരെല്ലാവരും കൺവിൻസ്ഡ് ആയി. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലല്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ച ദൈവമേ ഇത് എന്ത് കോലമാണെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനല്ല. ലോകത്തിൽ ഏറ്റവും പുരുഷഭാവത്തിന് ഏറ്റവും പരിപൂർണനായ ഒരാൾ തന്നെയാണ് ഭഗവാൻ ശിവൻ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കി. കഥ അവിടെ ഇരിക്കട്ടെ. ഇതിൽ നിന്ന് ചന്ദ്രഘണ്ഠാ ദേവിയുടെ ഭാവത്തിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിയാൻ ആ ഭാവത്തിൽ നിന്ന് കുറെ കാര്യങ്ങളുണ്ട്. കഥയിൽ നിന്നും ഉണ്ട് കേട്ടോ. കഥയിൽ ആദ്യത്തെ സന്ദർഭം വെച്ച് പറയാം. എപ്പോഴും നമ്മൾ ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തം പറയുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ വേണ്ട ശരീരം എങ്ങനെ സൂക്ഷിക്കണം, സ്വസ്ഥതയോടുകൂടി മനസ്സ് എങ്ങനെ ഇരിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പ്രധാനമായിട്ടും സമൂഹത്തിനൊരു സ്വസ്ഥതയുണ്ട്. സമൂഹത്തിൻ്റെതായ ഒരു സ്വസ്ഥത നിലനിർത്താൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹം അസ്വസ്ഥമായാൽ, പ്രകൃതി അസ്വസ്ഥമായാൽ നമ്മളെയും അത് കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ഇപ്പൊ പലർക്കും അതില്ല. സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, ഒരു ഒരു സന്ദർഭത്തിൽ ചെന്നാൽ അവിടെ എങ്ങനെ നമ്മൾ പെരുമാറണമെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും അറിയില്ല എന്ന് തന്നെ പറയാം. പല സന്ദർഭങ്ങളിലും നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടും തോന്നിയിട്ടുള്ളതാണ്. ശരിക്കും സമൂഹത്തിനൊരു നിയമമുണ്ട്. അത് എല്ലാ സമൂഹത്തിനും ഒരേ നിയമവുമല്ല. ഒരു ഏരിയയിൽ പോകുമ്പോൾ അവിടെ ഒരു നിയമമാണ്, മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വേറൊരു നിയമമാണ്. ആ നിയമം നമ്മൾ അവിടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം എന്നുള്ളതാണ് സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഏറ്റവും നല്ലത്. അവിടെ പോയി തോന്നിയ നമ്മൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ എന്നുള്ളൊരു രീതിയിൽ മാറരുത്. നിങ്ങൾക്കത് ആ സമൂഹത്തിന്റെ വ്യവസ്ഥകൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. അവിടെ മൊത്തം മാറ്റിമറിക്കണം എന്ന് പറഞ്ഞ് അവിടെ കയറി ചെന്നിട്ട് ഈ സമൂഹം സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ എന്താ ഉദാഹരണം പറയേണ്ടത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നിരിക്കട്ടെ, അവിടെ ചില നിയമ നടപടികൾ ഉണ്ടാവും. ഒരു ക്ഷേത്രം എന്നിരിക്കട്ടെ, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സങ്കല്പം അനുസരിച്ച് അവിടെ കുറെ നിയമങ്ങൾ ഉണ്ടാവും. അവിടെ പൂജാവിധികൾ ഇങ്ങനെ ആയിരിക്കും, അവിടുത്തെ പൂജാ സമയം ഇങ്ങനെ ആയിരിക്കാം, അവിടുത്തെ ദേവതാ പ്രതിഷ്ഠയ്ക്കനുസരിച്ച് ആ സങ്കല്പത്തിനനുസരിച്ച് ഇന്ന ഇന്ന വ്യവസ്ഥകൾ അവിടെ ഉണ്ടെന്നൊരു നിയമമുണ്ട്. അതൊരു സമൂഹം ചേർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെന്നിട്ടില്ല, എന്റെ രീതി ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിനിടയിലുള്ള ഒരു സന്തുലിതാവസ്ഥയെ നമ്മളായിട്ട് നശിപ്പിക്കുന്നുണ്ട്. അവിടെ അത് നശിക്കുന്നതിലൂടെ നമ്മുടെയും ഉള്ളിലെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ സന്തുലിതാവസ്ഥയുണ്ട്. അവിടെ സന്ദർഭമനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് തന്നെ നമ്മൾ പെരുമാറാൻ പഠിച്ചിരിക്കണം. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ധൈര്യം ഉണ്ടാവണം. ചന്ദ്രഘണ്ഠാ ദേവി അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവനെല്ലാം അറിയുന്ന ആളായിരുന്നിട്ട് പോലും ഒരു കല്യാണ വീട്ടിലേക്കാണ് വരുന്നതെന്നുള്ള ബോധമില്ലാതെ തോന്നിയ പോലെ, തോന്നിയ വേഷത്തില് ഭസ്മഭൂഷ എല്ലാം, ദേഹം മുഴുവൻ ഭസ്മമൊക്കെ പൂശിക്കൊണ്ട് തീരെ എന്താണ്, എല്ലാം അലസമായിട്ട് താൻ ഇങ്ങനെയാണ്, എനിക്കെന്തിലും വലിയ പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല, എന്നാലും ഞാൻ ഇങ്ങനെ വന്നു, ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നു. പക്ഷെ ഞാൻ വന്ന സ്ഥലം ഏതാന്ന് ഭഗവാൻ ഓർത്തില്ല. ദേവി അത് പറഞ്ഞു കൊടുക്കാൻ മടിച്ചതുമില്ല. അയ്യോ ഭഗവാനല്ലേ, ഞാൻ പറയാൻ പാടുണ്ടോ എന്ന് ഓർക്കാതെ തന്റെ വരനെ തത്തുല്യമായിട്ട് എനിക്ക് ഒപ്പം നിർത്തണം, അതെന്റെ ആവശ്യമാണ് എന്ന് വെച്ച് പുള്ളിയോട് കിടന്ന് ബഹളം വെക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നിനും പോയില്ല. അന്നും തുല്യതയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് പറയുന്ന എന്താണ്, ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നു, എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ശരിക്കും അന്നും ശരിയായ രീതിയിലുള്ള തുല്യതകൾ ഉണ്ടായിരുന്നു. ദേവിക്ക് തുല്യമായിട്ട് നിൽക്കണേ എന്ന് പറയുകയാണ്. മറ്റുള്ളവർ, എന്റെ അച്ഛനമ്മമാരൊന്നും സങ്കടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല, ഭഗവാൻ ഈ കല്യാണ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു, അവിടുത്തെ സന്തുലിതാവസ്ഥ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. അവിടെ നീതി സ്ഥാപിക്കുകയാണ് ദേവി ഭഗവാനോട് സംസാരിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദേശത്തിനും സമൂഹത്തിനും മാത്രമല്ല ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥയും സന്തുലിതാവസ്ഥയും ഉള്ളത്, കാലത്തിനുമുണ്ട്, പ്രകൃതിക്കുമുണ്ട്.
ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ സൈലന്റ് വാലിയിലൊക്കെ പോകുന്നവരോട് പറയില്ലേ, അവിടെ ചെന്ന് ശബ്ദം ഉണ്ടാക്കരുത്. ചില മഴക്കാടുകൾ ഉണ്ടല്ലോ, അവിടെ പോയി ഭയങ്കരമായ ശബ്ദവും ഒച്ചയൊക്കെ ഉണ്ടാക്കി അവിടുത്തെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എന്ന് പറയില്ലേ. അപ്പൊ അവിടെ ഒരു നിയമമുണ്ട്. അത് പാലിക്കേണ്ടത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നത് കാര്യത്തിൽ മാത്രമല്ല, അതിലൂടെ അവിടെ കഴിയുന്ന നമുക്കും അത് ബാധകമാണ്. ഇത് അവിടത്തെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലും ഇത് ബാധകം തന്നെയാണ്. അവിടുത്തെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യരുത്. അവിടുത്തെ എന്താണ് അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല തീരുമാനം. അവിടത്തെ മാറ്റിമറിച്ച് ഞാനിപ്പം ഇവിടെ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഞാനിപ്പോ മാറ്റിമറിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നത് വ്യർത്ഥമാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അപ്പോ ആദ്യം പിന്നുള്ളത് കാലം. കാലത്തിനും ഒരു സന്തുലിതാവസ്ഥയുണ്ട്, നമ്മളുടെ സമയത്തിന്. ആ കാലത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. രാത്രിയിൽ ഉറങ്ങേണ്ടതാണ്, അപ്പൊ ഉറങ്ങണം. അപ്പൊ പകൽ ഉണർന്നിരിക്കുന്നത് പോലെ ഉണർന്നിരിക്കരുത്. രാവിലെ ഉണർന്നിരിക്കേണ്ടതാണ്, പ്രവർത്തന സജ്ജരായിട്ടിരിക്കേണ്ടതാണ്. ആ സമയത്ത് രാത്രിയിലത്തെ പോലെ ഉറങ്ങരുത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. പക്ഷെ എപ്പോഴും കാലത്തിനും അങ്ങുണ്ട്. മഴക്കാലത്ത് കഴിക്കേണ്ട വിധികളിലുള്ള ആഹാരങ്ങൾ പറയുന്നുണ്ട്. മഴക്കാലത്ത് മഴക്കാലത്തിന് ചേരാത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ കാലത്തിനനുസരിച്ച് ചെയ്യണം. വേനൽക്കാലത്തിന് ചേരുന്ന രീതിയിലുള്ള ശരീരം തണുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളോ ശീലിക്കണം. ഇങ്ങനെ കാലത്തിനും നിയമമുണ്ട്, അതും തെറ്റിക്കാൻ പാടില്ല. ചന്ദ്രഘണ്ഠ ദേവിയുടെ ഭാവത്തിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം. ദേശത്തിനും കാലത്തിനും പ്രകൃതിക്കും ഒരു സമൂഹത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നമ്മൾ മനുഷ്യർ ശരിക്കും ഒന്നുമല്ല. അതിന് ചുറ്റുമായി വലിയ നിയമങ്ങളുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ നിയമത്തിനനുസരിച്ച് നമ്മളെ പരിപാലിച്ചു പോയാൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് അത് നല്ലതാണെന്ന് ചന്ദ്രഘണ്ഠാദേവി പറഞ്ഞു തരികയാണ്. പിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ പറഞ്ഞു കല്യാണ വീടാണ്. കല്യാണ പെൺകുട്ടി എങ്ങനെ ഇരിക്കും? വളരെ സുന്ദരിയായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടിരിക്കും. വരനെയും സുന്ദരനായിട്ട് കാണാൻ ആഗ്രഹിച്ചു. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു. എന്താണ്? ശിവൻ ഏതു രൂപത്തിൽ വന്നാലും ഉള്ളിൽ ശിവൻ എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ആളാണ് ദേവി പാർവതി. ഉള്ളു മനസ്സിലാക്കി തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങണം. എപ്പോഴും പുറമേ കാണുന്ന ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ പുറമേ കാണുന്നത് വെച്ചിട്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്തരുത്. പുറമേ കാണുന്നത് കണ്ടോ, ശിവന്റെ ഈ വേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോ ബാക്കിയുള്ള എല്ലാവരും തെറ്റിദ്ധരിച്ചു. അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പാർവതി ദേവി പറഞ്ഞോളൂ നേരെയുള്ള രൂപത്തിൽ വരൂ, ഇങ്ങനെ വരരുതേ എന്ന് പറഞ്ഞത്. ബാക്കി പാർവതി ദേവിക്ക് അറിയാം, ഏത് രൂപത്തിൽ വന്നാലും ലോകത്തെ ഏറ്റവും സന്തുഷ്ടയായിട്ട് ഞാൻ ജീവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ്. ഇന്നത്തെ പെൺകുട്ടികള് ഉറപ്പായും പാർവതി ദേവിയെ കണ്ട് പഠിക്കണം. അവിടെ ഇക്വാലിറ്റി എന്നുള്ളതിലുപരി അനുപൂരകത്വം എന്ന് പറയുന്ന ഒരു ഭാവമാണുള്ളത്. അനുപൂരകത്വം. നമുക്ക് ഒരിക്കലും ഈക്വൽ ആവാൻ പറ്റില്ല. സ്ത്രീകൾ എത്രയോ ഉയരത്തിലുള്ള ആൾക്കാരാണ്. നമ്മള് എന്താണ് ബ്രഹ്മ അച്യുത ശങ്കരന്മാർ പ്രാർത്ഥിക്കുന്നവളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അർച്ചിക്കുന്നവളെ എന്ന് പറഞ്ഞാണ് ദേവിയെ വാഴ്ത്തുന്നത്. ദേവിയുടെ എല്ലാ ഭാവത്തെയും. ശക്തിയാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്. ശരിക്കും സ്ത്രീ രൂപമാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഇക്വാലിറ്റിക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വരാനാണ് പലപ്പോഴും, പ്രത്യേകിച്ച് അന്ധമായിട്ടുള്ളൊരു തോന്നലാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും അങ്ങനത്തെ ചിന്തകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ശരിയായിട്ട് മനസ്സിൽ തോന്നിയ കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ അത്രയും ഉയരത്തിൽ നിന്നിട്ട് എന്തിനു വേണ്ടി ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സ്ഥാനം തന്നിരിക്കുമ്പോൾ അത് നമ്മളുടെ കുഴപ്പമാണ് അതിനെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്താത്തത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പാർവതി ദേവി അങ്ങനെ തന്നെയാണ്. പാർവതി ദേവി വേണ്ടെടുത്ത് ശക്തിയെ പുറത്തെടുത്ത ആളാണ്. അത് കണ്ടു പഠിക്കണം. അവിടെ ഇക്വാലിറ്റിക്കും അപ്പുറമായിട്ട് അനുപൂരകത്വം എന്നുള്ള ഭാവത്തെ സ്വീകരിച്ച് ദേവി ശിവന്റെ കൂടെ നിൽപ്പുണ്ട്. ശിവൻ അങ്ങേയറ്റം വൈകൃതമായ കാര്യങ്ങളുമായിട്ട് ചുറ്റുപാടും എല്ലാം ഭൂതഗണങ്ങളാ, ആരും സൗന്ദര്യമുള്ളവരൊന്നും അല്ല. ആഹാരം കഴിക്കുന്നതായാലും ശൂലവും പാമ്പും ഒക്കെയാണ് ശിവന്റെ സന്തത സഹചാരികൾ. എന്നാൽ പാർവതി ദേവിയോ സൗന്ദര്യത്തിന് അങ്ങേയറ്റം പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അതിനപ്പുറം വേറൊരാളെ പറയാനില്ല. അത്രയ്ക്ക് സുന്ദരിയായിട്ടാണ് നമ്മൾ സഹസ്രനാമത്തിലൊക്കെ പറയുന്ന വർണ്ണനകളില്ലേ, അത് കേട്ടിട്ടുണ്ടാവല്ലോ. അതിനപ്പുറം സുന്ദരിയായിട്ട് ഒരാളെ പറയാനില്ല. അപ്പോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് പോകുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അതൊന്നൊന്നര സുഖാണ്. അപ്പൊ ദേവിക്ക് ഉള്ളറിയാമായിരുന്നു, പുറമേ കണ്ട ആരെയും മനസ്സിലാക്കാൻ നിൽക്കരുത്. ഉള്ളിലേക്ക് മനസ്സിലാക്കിയതിനു ശേഷം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. കല്യാണാലോചനകളൊക്കെ വരുമ്പോഴത്തേക്കും പുറമേയുള്ള ആകാര ഭംഗി അത് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ്. ആകാര ഭംഗിയിൽ നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല, ഇതുപോലെ ഒന്നും ഇരിക്കില്ല. 10 വർഷം കഴിയുമ്പോൾ
ഞാൻ ഈ വീഡിയോ എന്റെ വീഡിയോ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും, ഓ ഞാൻ അന്ന് അങ്ങനെയാണ് ഇരുന്നത്, അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ തോന്നും. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ രൂപം, നമ്മുടെ ആകാരം കംപ്ലീറ്റ് പരമമായ സത്യമാണ്. അതൊരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുള്ളതല്ല. അത് ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ ഒന്നും ഇരിക്കണം എന്നില്ല. അപ്പൊ എന്നാൽ അതിനുള്ളിലെ മനസ്സിന് ചിലപ്പോ എന്നെന്നും എന്താണോ മനസ്സ് പരിപൂർണമായും ആ മനസ്സിന്റെ സ്വഭാവം എന്താണോ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുക. അത് വിവാഹത്തിൽ മാത്രമല്ല, സൗഹൃദത്തിലും അതെ, മറ്റെന്ത് ബന്ധത്തിലും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ വളരെ കാമായിരുന്നാ മതി. ചന്ദ്രഘണ്ഠാ ദേവിയെ പോലെ കാമായിട്ട് ആളെ ഒന്ന് മനസ്സിലാക്കിപ്പിച്ചാൽ മതി. കിടന്ന് ബഹളം വെക്കാൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് മയത്തിൽ ഇടപെട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനിയുള്ളൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രഘണ്ഠ എന്ന് പറയുന്ന പേര്, ചന്ദ്രഘണ്ഠ എന്ന് വന്ന പേര് ആ ചന്ദ്രക്കലയെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ശിവൻ ചന്ദ്രക്കലയെ ചൂടിയിരിക്കുന്നത് പോലെ തന്നെ ദേവിയും ചന്ദ്രക്കലയെ ചൂടിയിട്ടാണ് ശിവന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചന്ദ്രഘണ്ഠ. ചന്ദ്രനും ഖണ്ഡ മണി എന്നുള്ള അർത്ഥവും. ഇതിന് രണ്ടിനും ഒരു ഗുരുവിന്റെ ഒരു പ്രഭാഷണം കേട്ടപ്പോഴാണ് എനിക്ക് അതിന് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട് എന്ന് മനസ്സിലായത്. ചന്ദ്രനെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? ചന്ദ്രൻ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞോണ്ടും ഇരിക്കും. പിന്നെ അവസാനം ഒന്നും കാണുകയില്ല. പിന്നെ അങ്ങോട്ട് പോയിട്ട് പൂർണ്ണ ചന്ദ്രനായിട്ട്, പൂർണ്ണേന്ദുവായിട്ട് മാറുകയും ചെയ്യും. അത് ഇങ്ങനെ എന്താണ്, ഒരു സന്തുലിതാവസ്ഥയിൽ പോവുകയാണ്. കറക്റ്റ് ആയിട്ട് 15 ദിവസം കൂടുമ്പോൾ കുറയുക, വീണ്ടും 15 ദിവസത്തിലേക്ക് കൂടുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ലൈഫും ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും ഒരുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഉണ്ടാവുക. നമ്മള് കംപ്ലീറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരും, തെറ്റിദ്ധരിക്കുന്ന എന്ന് തന്നെ ഞാൻ പറയും, നമ്മൾ കംപ്ലീറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ ചുറ്റിനുമുള്ള പലരും കംപ്ലീറ്റ് അല്ല. അവർക്കും പ്രശ്നങ്ങൾ, അവരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമ്മൾ ചിലപ്പം എന്താണ് കമ്പയർ ചെയ്യുന്നത് വേറെ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെ കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളെ കണ്ടിട്ടുമായിരിക്കും. കണ്ടോ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ ഓക്കെയാണ്, അവരെ പോലെയൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊക്കെ ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ചിലപ്പോഴൊക്കെ അറിയാതെങ്കിലും നമ്മൾ പറയാറില്ലേ? ശരിക്കും അങ്ങനെയല്ല. അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി സന്തോഷിക്കാനുള്ള കുറെ കാര്യങ്ങളുമുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഒത്തിരി വിഷമിക്കാനുള്ള മറ്റു കുറെ കാര്യങ്ങളും ഉണ്ടാവും അമാവാസി പോലെ. അങ്ങനെ രണ്ട് തരത്തിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെ ഒരു ഖണ്ഡ, മണിനാദം എപ്പോഴും ഒരുപോലെ ആയിരിക്കുക. ഒരേ നാദം, എല്ലാ സൗണ്ടിനെയും ഇങ്ങനെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ അമ്പലത്തിൽ മണി അടിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ എത്ര പേര് ടിങ് 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 ഇങ്ങനെ അടിക്കുന്നല്ലാതെ അത് എന്തിനാന്ന് ആർക്കും പലപ്പോഴും അറിഞ്ഞുകൂടാ. അതേ ദീപാരാധന മണി അടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു, ഓടിപ്പോയി ഏതെങ്കിലും കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് അടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ അടിക്കുന്നു. ഇതിനൊക്കെ ഓരോ സങ്കല്പങ്ങളുണ്ട്. പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടില്ല എന്തിനാണ് ഓരോ ചര്യകൾ, ഓരോ ചടങ്ങുകളും എന്തിനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പരമാവധി അറിയാൻ ശ്രമിച്ചാൽ ഇതിനൊക്കെ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പോ മണി എന്ന് പറയുന്നതിനും ഈ പറഞ്ഞ പോലെ എല്ലാത്തിനെയും ഒറ്റ സൗണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, ഈ പറഞ്ഞ പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും എല്ലാം ഒരേ വേയിൽ കൊണ്ടുവരിക, ഒരുപോലെ കാണാൻ പറ്റുക. പോസിറ്റീവ് ആവുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷിക്കുമ്പോ അടിപൊളി, എന്ത് രസം. പക്ഷെ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എങ്ങനെ നമ്മൾ പോസിറ്റീവിനെ സന്തോഷമായിട്ട് സ്വീകരിച്ചോ, ആ സന്തോഷത്തിനെ നമ്മൾ അനുഭവിച്ചോ, നമ്മൾ ആ സന്തോഷം അനുഭവിക്കാനും അതില് എന്താണ് മുഴുകാനും മതിമറക്കാനും ഒക്കെ നമുക്ക് പറ്റിയോ, അതേപോലെ തന്നെ നെഗറ്റീവ്സ് വരുമ്പോൾ അത് അംഗീകരിക്കാനും നമ്മൾ തയ്യാറായേ പറ്റുള്ളൂ. എനിക്കെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, അങ്ങനെ ചോദിക്കാൻ നമുക്ക് എന്താ ഒരു റൈറ്റ് ഇല്ല, ഒരു അവകാശമില്ല. അപ്പൊ ഇതേ ചോദ്യം നമ്മൾ മറ്റിടത്തും ചോദിക്കണ്ടേ? എനിക്ക് എങ്ങനെ ഇങ്ങനെ ഇത്രയും സന്തോഷം കിട്ടുന്നു, എനിക്ക് എങ്ങനെ ഇത്രയും സന്തോഷിക്കാൻ പറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള എൻജോയ്മെന്റ് എനിക്കിത് എങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടോ? കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് ആസ്വദിക്കുമല്ലേ? അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ അതേ ഫീലിംഗിൽ എടുക്കാൻ പറ്റണം. എന്നാലും നമ്മൾ ബ്രഹ്മചാരിണിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ തടുക്കാതെ എതിർക്കാതെ ആ ബുദ്ധിമുട്ടുകളെ അങ്ങ് സ്വീകരിക്കുക, മാറ്റാൻ കിടന്ന് ഓടാതെ ഇതെനിക്ക് എന്തോ പണി കിട്ടിയതാണ്, ഞാൻ അതങ്ങ് വാങ്ങിക്കുന്നതാ നല്ലത് എന്ന് വെച്ച് എല്ലാത്തിനും കൊണ്ട് തല വെച്ചു കൊടുക്കാനല്ല പറയുന്നത്. കുറച്ച് യുക്തിപൂർവ്വം ചിന്തിക്കണം. ചില സന്ദർഭങ്ങളിലൊക്കെ ചില പരിപാടിക്കൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തരുന്നത്, പോകാൻ പറ്റാതെ വരുന്നത്. അയ്യോ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഈ ബുദ്ധിമുട്ടിനെ മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അടുത്ത പണി തരുന്നത്. അവിടെയെങ്കിലും മനസ്സിലാക്കണം, നിങ്ങൾ ആ പരിപാടി എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് യോഗമില്ല.
ഒന്നടങ്ങി അവിടെ ഇരിക്കൂ, ആ തന്ന ബുദ്ധിമുട്ടൊന്ന് സ്വീകരിക്കൂ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളെയും പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളെയും ഒരുപോലെ ഒരു മണിനാദം കേൾക്കുമ്പോൾ എങ്ങനെ ഖണ്ഡ, ആ മണിനാദം കേൾക്കുമ്പോൾ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മൾ അനുഭവിക്കുന്നു, അതുപോലെ അനുഭവിക്കാൻ നമുക്ക് പറ്റണം. എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ പറ്റണം. സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ കാണാൻ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് ഓരോ നിയോഗത്തിലാണ്. ആ നിയോഗം ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനൊരു പ്രശ്നം വന്നു, ഞാൻ ദുഃഖിക്കാൻ തയ്യാറാവും, ദുഃഖിക്കും, തീർന്നു. അതുകൊണ്ട് അതിങ്ങനെ സ്വീകരിച്ചാൽ നമ്മൾ ആ ഒരു ഒഴുക്കിൽ സന്തോഷമായിട്ട് പോവാൻ നമുക്ക് പറ്റും. മാത്രമല്ല, നമ്മൾ ഈ ഒരു മൈൻഡിലാണെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറച്ച് ചിന്തകൾ തെളിഞ്ഞു വരും. ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വരുമ്പോൾ അവിടെ ഇമോഷണലി അതിനെ കൈകാര്യം ചെയ്യാൻ നിന്ന എല്ലാവർക്കും എല്ലാ സമയവും അത് പറ്റണമെന്നൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളത് 100% ഉറപ്പ്. കാരണം മനുഷ്യനാണ്. വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ, കരയേണ്ട അവസ്ഥ വരുമ്പോൾ, ദുഃഖിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ദുഃഖിക്കുക തന്നെ വേണം, വേറെ നിവർത്തിയില്ല. പക്ഷേ നമ്മൾ നിലനിൽക്കണ്ടേ? നാളെ സുഖിക്കാനാണെങ്കിലും ദുഃഖിക്കാനാണെങ്കിലും നമുക്കൊരു നിലനിൽപ്പ് വേണം. അതിന് ഈ പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തു പോയാൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ സമാധാനപൂർവ്വം അതിനെ കാണാൻ ശ്രമിച്ചാൽ ഈ വികാരങ്ങളെ കൊണ്ട് മറഞ്ഞു പോകൂല സൊല്യൂഷനിലേക്ക് പോണ വഴി. ഇല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. നമ്മൾ ഇമോഷണലി എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു മറയൊന്ന് മാറി കിട്ടിയാലേ നമുക്ക് കറക്റ്റ് സൊല്യൂഷനിൽ എത്താൻ പറ്റും. പ്രശ്നം വരുന്ന സമയത്ത് പതറാതെ ഒരു മണിനാദം പോലെ ഒരേ എയിമില് ചന്ദ്രഘണ്ഠാദേവിയെ ഓർത്ത് ആ ഒരേ എയിമിൽ നമുക്ക് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പ്രശ്നത്തിന് പെട്ടെന്നൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ 100,000 സൊല്യൂഷൻസ് ഉണ്ട്, നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടാണ്. എല്ലാ പ്രശ്നത്തിനും, ഏത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും അല്ലെ നമ്മൾ എപ്പോഴും അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പൊ ആ പ്രയോറിറ്റികൾ കറക്റ്റ് ആവണം. ഇപ്പൊ ചില ഒരു സാഹചര്യം വന്നു, ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി, പക്ഷെ പ്രൊമോഷനായി, അദ്ദേഹത്തിന് ഈ നാട് വിട്ടു പോവാൻ വയ്യ, ഈ നാട്ടിൽ തന്നെ നിൽക്കണം, അങ്ങോട്ടേക്ക് പോവാൻ വയ്യ, പക്ഷെ ജോലി കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരാറില്ലേ? അപ്പൊ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും, ഏതാണ് എന്റെ പ്രയോറിറ്റി? എന്റെ ജോലി നിലനിർത്തലാണോ, അതോ എന്റെ നാട്ടിൽ തന്നെ ജീവിക്കലാണോ എന്റെ പ്രയോറിറ്റി? വളരെ സമാധാനമായിട്ട് ആലോചിക്കുക. ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ സൊല്യൂഷൻസ് ആദ്യം തെളിഞ്ഞു വരും. ജോലിയുള്ള ഒരു അമ്മ, അവർക്ക് ജോലിയുണ്ട്, സ്ഥിരമായ വരുമാനം കിട്ടുന്ന ഒരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ കുഞ്ഞിന് 1 വയസ്സേ ആയുള്ളൂ, കുഞ്ഞിനെ നോക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. പ്രയോറിറ്റി എന്തൊക്കെയാണ് നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇതൊക്കെ ആലോചിക്കണമെങ്കിൽ മനസ്സ് വളരെ ശാന്തമായിട്ടത് പരിശീലിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾ ശാന്തമായിട്ട് ആലോചിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ആ സിറ്റുവേഷനിൽ നമുക്ക് ഈ ശാന്തതയൊന്നും വരണം എന്നില്ല. പക്ഷെ അത് പരിശീലിക്കും തോറും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ പോലും നമ്മൾ ഈ പറഞ്ഞ ചന്ദ്രൻ എങ്ങനെയാണോ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് മാറുന്നത്, അപ്പോഴെല്ലാം എങ്ങനെയാണോ ചന്ദ്രഖണ്ഡയെ പോലെ അത് ഒരുമിച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നത്, അങ്ങനത്തെ ആ ഒരു രീതി നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്ത് വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനത്തെ പ്രയോറിറ്റി ലിസ്റ്റിനെ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. എന്റെ സ്ഥിരമായിട്ടുള്ള ജോലിയാണോ എനിക്ക് പ്രധാനമാണ്, അത് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായ കുറെ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ നോക്കാൻ എനിക്ക് വരുമാനം ഉണ്ടല്ലോ, അപ്പൊ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ നിർത്താം എന്ന് തീരുമാനിക്കാം. ഇല്ല, കുഞ്ഞിന്റെ വളർച്ചയെ അത് കാര്യമായി ബാധിക്കും, ഇത്തിരി ഞെരുങ്ങിയാളും കൊച്ചു കൊച്ചു പണികൾക്കൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് ഞാൻ അവന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റിന് എന്റെ പ്രസൻസ് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ആളിന്റെ പ്രയോറിറ്റി എങ്കിൽ അതിലേക്ക് പോവുക. എന്താ സംഭവിക്കാന്നറിയാമോ? ഇങ്ങനെ ഡിസിഷൻസ് എടുത്താൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഡിസിഷനിൽ കോൺഫിഡന്റ് ആയിരിക്കും. പിന്നീട് അയ്യോ അതിന് പോയാ മതിയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അയ്യോ എന്റെ കൊച്ചിനെ നോക്കിയാൽ മതിയായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് വരില്ല. ഡിസിഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. ചന്ദ്രഘണ്ഠാ ദേവിയുടെ രൂപം പറയുന്നത് തന്നെ സൗന്ദര്യത്തിൽ അങ്ങേയറ്റം സൗന്ദര്യവതിയായതും എല്ലാ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ തരുന്നതും, അല്ലെങ്കിൽ നമുക്ക് എല്ലാം അനുഭവയോഗ്യമാക്കുന്ന ദേവീഭാവമാണെന്നാണ് പറയുന്നത്. അതേ സമയം തുല്യമായി തന്നെ നീതിയെ പുനഃസ്ഥാപിക്കുന്ന ആളാണെന്ന് പറയും. വളരെ സ്ട്രോങ് ആണെന്ന് പറയും. സ്ട്രോങ് ആയിട്ട് ശിവന്റെ അടുത്താണ് എല്ലാവരും പൂജിക്കുന്ന ശിവനോടാ പറഞ്ഞത്, ഇങ്ങനെയൊന്നും വന്നാ പോരാ, നിങ്ങൾ വളരെ മാന്യമായ വേഷത്തിൽ വേണം എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കല്യാണ വീട്ടിൽ കയറി വരാൻ കേട്ടോ എന്ന് വളരെ മയത്തിൽ സ്ട്രോങ് ആയി പറഞ്ഞു. അങ്ങനെ പറയാൻ ചന്ദ്രഘണ്ഠാ ദേവിക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ഡിസിഷൻസിലും നമ്മൾ
സ്ട്രോങ് ആകാൻ നമുക്ക് സാധിക്കും. ഇതുപോലെ ചന്ദ്രന്റെ അമാവാസിയെയും എന്താണ് പൂർണേന്ദുവിനെയും ഒരുപോലെ കാണാൻ പറ്റിയ ഇത് തന്നെയാണ് ചന്ദ്രഘണ്ഠാ ദേവിയെ സ്തുതിക്കുന്ന ദിവസം, ഈ മൂന്നാമത്തെ ദിവസം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോ ചന്ദ്രഘണ്ഠാ ദേവിയുടെ ഭാവത്തെ ഉൾക്കൊണ്ട് ആ ഭാവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കുറെ പോയിന്റ്സ് ഞാൻ ഇന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. അതെ മാം, ഉണ്ട്. നമസ്തേ. നമസ്തേ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല അപ്പൊ ഇന്നത്തെ ചന്ദ്രഘണ്ഠാ ദേവിയെ പറ്റി, ആ ഭാവത്തെ പറ്റി കഥയിലൂടെയും ആ ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ലൈഫിനെ നല്ലതാക്കാം, നല്ല രീതിയിൽ സന്തോഷിച്ച് മുമ്പോട്ട് പോകാമെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ശാന്തി മന്ത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.